നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഒളിവിലായ MLA രാഹുൽ മാങ്കൂട്ടത്തിന് സിനിമാ ലോകവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലിനും സിനിമാ ലോകവുമായി, ചലച്ചിത്ര താരങ്ങളുമായും സംവിധായകരുമായും നിർമ്മാതാക്കളുമായും അടുത്ത് ബന്ധമുണ്ട്. ഇവരുടെ സിനിമാ സൗഹൃദങ്ങൾ വളരെയേറെ പ്രസക്തവുമാണ്. സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലുമെല്ലാം പലപ്പോഴും ഈ സിനിമാ സൗഹൃദങ്ങൾ എൻജോയ് ചെയ്യാറുമുണ്ട്. നമ്മുടെ പ്രമുഖ സൂപ്പർ സ്റ്റാറുകളുടേതടക്കമുള്ള സുഹൃത്ത് ബന്ധമാണ്, സുഹൃത്ത് വലയമാണ് ഇവർ പലപ്പോഴും ആസ്വദിക്കുന്നത്. ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയത് ഒരു ചലച്ചിത്ര നടിയുടെ കാറിലാണെന്നുള്ള വിവരം മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ആരാണ് ആ നടി എന്ന് പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ആ നടി പലതവണ രാഹുലിൻ്റെ പല പരിപാടികളിൽ സംബന്ധിക്കുകയും ഷാഫി പറമ്പിലിനോട് തനിക്കുള്ള ആരാധന തുറന്നു പറയുകയുമൊക്കെ ചെയ്തതാണ്. ഷാഫിയുടെ പ്രസംഗം തനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുവെന്നും തനിക്ക് അദ്ദേഹത്തോട് വലിയൊരു അടുപ്പവും ബഹുമാനവും ഉണ്ടെന്നൊക്കെ ഈ നടി പലതവണ പറഞ്ഞിട്ടുണ്ട്. ആ നടിയുടെ കാറിലാണ് രാഹുൽ മാങ്കൂട്ടം കേരളം വിട്ടതെന്നാണ് പറയുന്നത്. നടിയുടെ പുറകെ, അല്ലെങ്കിൽ ആ കാറിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസ് അന്വേഷിക്കുക മാത്രമല്ല, വളരെ കൃത്യമായ വിവരങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 3 ദിവസം മുമ്പ് ഈ വെളിപ്പെടുത്തൽ വരികയും കേസെടുക്കാനുള്ള മുഖ്യമന്ത്രിക്ക് അതിജീവിത പരാതി നൽകുകയും ചെയ്യുന്നതിന് ഏതാണ്ട് 4 ദിവസം മുമ്പ് ഒരു ചുവന്ന പോളോ കാർ പാലക്കാട്ടെ രാഹുലിൻ്റെ ഫ്ലാറ്റിൽ എത്തി എന്നാണ് പറയപ്പെടുന്നത്, എന്നാണ് പോലീസ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ പെൺകുട്ടി അതിജീവിത തനിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് ഏതാണ്ട് 4 ദിവസം മുമ്പേ, പരാതി നൽകുന്നതിന് 4 ദിവസം മുമ്പേ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തൻ്റെ കാറുകൾ ഉപേക്ഷിച്ച്, തൻ്റെയും ഷാഫിയുടെയും അല്ലെങ്കിൽ താനുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും കാറുകൾ ഉപേക്ഷിച്ച് ഈ ചലച്ചിത്ര നടിയുടെ കാറിൽ പോകാൻ അദ്ദേഹം തീരുമാനിച്ചു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഈ ചുവന്ന പോളോ കാർ 4 ദിവസം മുമ്പ് പാലക്കാട് ഷാഫിയുടെ ഫ്ലാറ്റിൽ തന്നെ, അല്ലെങ്കിൽ ഫ്ലാറ്റിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ തന്നെ പാർക്ക് ചെയ്യപ്പെട്ടതെന്നാണ് പറയുന്നത്. ഏതായാലും ഈ ചുവന്ന പോളോ കാറിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം തന്നെ ഫ്ലാറ്റിൽ നിന്നും പോയത്. ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റ് ചലച്ചിത്ര പ്രവർത്തകരുമായിട്ടുള്ള അടുപ്പം ഏതാണ്ട് എല്ലാവർക്കും അറിയാം. പലപ്പോഴും ഈ ഷാഫിയുടെയും രാഹുലിൻ്റെയും പല പരിപാടികളിലും ഈ ചലച്ചിത്ര പ്രവർത്തകർ, ഈ ആരോപണം കേൾക്കുന്ന ചലച്ചിത്ര പ്രവർത്തകർ, അല്ലെങ്കിൽ ഷാഫിയെ രക്ഷപ്പെടുത്തി ഷാഫിയെ തങ്ങളുടെ കാറിൽ കൊണ്ടുപോയി എന്നൊക്കെ ആരോപണം കേൾക്കുന്ന ഈ സിനിമാ പ്രവർത്തകർ പലതവണ ഇവരുടെയൊക്കെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത് പറയുമ്പോൾ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇത് പറയുമ്പോൾ ജനങ്ങളുടെ നെറ്റി ചുളിയാത്തത്. കാരണം വളരെ അടുത്ത സിനിമാ ബന്ധങ്ങൾ ഉള്ളവരാണ് രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഷാഫി പറമ്പിലും. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പോയത് ഈ നടിയുടെ കാറിലാണ്. പല പരിപാടികളിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പല പരിപാടികളും 2 പ്രധാനപ്പെട്ട ചലച്ചിത്ര താരങ്ങൾ, ചലച്ചിത്ര നടികൾ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഒരാൾ കൊല്ലത്തുകാരിയാണ്. അവരിപ്പോൾ അധികം സിനിമയിലൊന്നും വരുന്നില്ല. നേരത്തെ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടിയാണ്. രാഹുലിൻ്റെ പല പരിപാടികളിലും അവർ മുഖ്യ അതിഥിയായി പങ്കെടുത്തതാണ്. അവർ ഒരു പരിപാടിയിൽ രാഹുലിൻ്റെ കൂടെ പങ്കെടുത്തതാണ് ഈ അതിജീവിതയെ പ്രകോപിപ്പിച്ചതെന്ന് പോലും പറയുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട് നടന്ന പരിപാടിയിൽ ഈ നടി രാഹുലിൻ്റെ കൂടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തത്രേ. അങ്ങനെയാണ് ഈ അതിജീവിത പെട്ടെന്ന് പ്രകോപിതയാവാൻ കാരണമെന്നും പരാതി കൊടുക്കാൻ കാരണമെന്നുമൊക്കെയാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഏതായാലും അതിൻ്റെ സത്യമൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഒരു ചലച്ചിത്ര താരത്തിൻ്റെ കാറിലാണ് രാഹുൽ രക്ഷപ്പെട്ടത്. അതൊരു സിനിമാ നടിയാണെന്നുള്ള കാര്യം മാധ്യമങ്ങളും പോലീസും ഏറെക്കുറെ സമ്മതിക്കുന്നുണ്ട്. ഇനി ഏതാണ് ആ നമ്മൾ നൽകുന്ന സൂചനകൾ വെച്ചിട്ട് ഇപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ വെച്ചിട്ട് നമുക്ക് ആരെയും ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുകയോ അല്ലെങ്കിൽ ഇവരാണ് അതിൻ്റെ പിന്നിലെന്ന് പറയുക വയ്യ. ഏതായാലും ഒരു ചലച്ചിത്ര നടിയുടെ കാറിലാണ് രാഹുൽ കേരളം വിട്ട് ബാംഗ്ലൂരിലേക്ക് പോയത്, കർണാടകയിലേക്ക് പോയത് എന്നാണ് ഇപ്പോൾ പോലീസും പറയുന്നത്, മാധ്യമങ്ങളും പറയുന്നത്.